ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മൾ പോകുന്ന സ്ഥലം ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. യെസ്, സിറ നിവാദ, സ്പെയിനിലെ മഞ്ഞുമലകളുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് സിറ നിവാദ എന്ന് പറയുന്നത്. മഞ്ഞു മൂടിയ കൊടുമുടികൾ, നീണ്ട സ്കീ സ്ലോപ്പുകൾ, ആകാശത്തെ തൊടുന്ന മലനിരകൾ, അങ്ങനെ സ്പെയിനിൻ്റെ തെക്കൻ ഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. അതാണ് സിറ നിവാദ എന്ന് പറയുന്നത്. സിറ നിവാദ സ്പെയിനിലെ ആൻഡലൂസിയയിലെ ഭയങ്കര പ്രശസ്തമായ ഒരു മലനിരകളാണ് അവിടെ വരുന്നത്. സോ യൂറോപ്പിലെ തെക്കൻ ഭാഗത്ത് സ്ഥിരമായി മഞ്ഞ് കാണപ്പെടുന്ന ഒരു അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണിത്. സോ ഇവിടത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടി, അതിനെയാണ് മുൽഹാസൻ എന്ന് പറയുന്നത്. സോ സ്പെയിനിലെ തന്നെ ഏറ്റവും ഉയർന്ന പർവ്വതങ്ങൾ ഒന്നാണിത്. സോ മഞ്ഞുകാലത്ത് ഈ മലനിരകൾ മുഴുവൻ വെള്ള മഞ്ഞിൽ ഇങ്ങനെ മൂടപ്പെട്ട് നിൽക്കും. അതേപോലെ ചൂടുകാലത്ത് പച്ചപ്പും കാട്ടുപൂക്കളും അങ്ങനെ കുറേ സുന്ദര ദൃശ്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സിറ നിവാദയിലെ സ്കീ സ്റ്റേഷനിലെ യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്കീ സ്റ്റേഷനുകളിലും ഒന്നായിട്ടാണ് അത് വരുന്നത്. അവിടെ കുറേ സ്കീൻ്റെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നവംബർ മുതൽ ഏപ്രിൽ വരെ ഇവിടെ സ്കീയിങ്ങിനും സ്നോ ബോർഡിങ്ങിനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, സ്കീയിങ്ങും സ്നോ ബോർഡിങ്ങും ഒക്കെ നമുക്കിവിടെ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. സോ ഇപ്പോൾ തുടക്കത്തിൽ ആരംഭിക്കുന്നവർക്കുള്ളവർക്കും അതുപോലെ തന്നെ പ്രൊഫഷണലുകൾക്കും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ളവർക്ക് ഇവിടെ ഡിഫറെൻറ്റ് രീതിയിലുള്ള സ്ലോപ്പുകൾ ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. സോ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ ദിവസം തന്നെ രാവിലെ നമുക്ക് മഞ്ഞിൽ സ്കീ ചെയ്യാൻ വേണ്ടി പറ്റും. വൈകുന്നേരം നമുക്ക് കടൽ തീരത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് സമയം അവിടെ ചെലവഴിക്കാനും പറ്റും. സോ സിറ നിവാദ നാഷണൽ പാർക്ക് അത് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഇങ്ങനെ ഫ്ലോറ ആൻഡ് ഫോണയുടെ ഒരു സമ്പന്നമായിട്ടുള്ളൊരു പ്ലേസാണ്. സോ ഇവിടെ മാത്രം കാണപ്പെടുന്ന കുറേ സസ്യജാലങ്ങളും വന്യജീവികളും ഒക്കെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക്, ഹൈക്കിംഗ് പ്രേമികൾക്ക് ഈ ചൂട് കാലത്ത് ഈ മലയുടെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട് മനോഹരമായ അനുഭവമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് സിറ നിവാദ എന്ന് പറയുന്നത്. സോ സിറ നിവാദയും ഗ്രനാദയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറയോട് തൊട്ടടുത്തുള്ള നഗരമാണ് ഗ്രനാഡ. സോ ഗ്രനാദയിലെ ചരിത്ര പ്രസിദ്ധമായ അലാംബ്ര കൊട്ടാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മഞ്ഞുമലകൾ കാണപ്പെടുന്ന ഒരു അപൂർവ ദൃശ്യമാണ് ഈ സിറ നിവാദ എന്ന് പറയുന്നത്. സോ മലയും നഗരങ്ങളും ഒക്കെ കൂടി ചേർന്ന ഈ ഒരു യാത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. സോ സിറ നിവാദ എന്ന് പറയുന്നത് മഞ്ഞിൻ്റെയും മലകളുടെയും സാഹസത്തിൻ്റെയും പ്രകൃതിയുടെയും എല്ലാത്തിൻ്റെയും ഒന്നിക്കുന്ന ഒരു സ്പെയിനിലെ അത്ഭുതമായിട്ടുള്ള ഒരു സ്ഥലം, അത്ഭുത ഭൂമി എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ തണുപ്പ് കാലത്ത് നമുക്ക് അവിടെ സ്കീയിങ്ങും അതുപോലെ ചൂട് കാലത്ത് നമുക്ക് ഹൈക്കിങ്ങും, അങ്ങനെ വർഷം മുഴുവൻ പ്രകൃതി സ്നേഹികൾക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഭൂമിയിൽ ഒരു സ്വർഗം തന്നെ പറയാൻ പറ്റും നമുക്ക് സിറ നിവാദേനെ. അപ്പോൾ നമ്മളിവിടെ ഇഷ്ടം പോലെ കാഴ്ചകൾ കണ്ടു. നമ്മളവിടെ കുറേ മഞ്ഞ് മലകൾ കാണാൻ പറ്റും. സ്നോ കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റും. സ്നോമാനെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മഞ്ഞിലിങ്ങനെ നടക്കുന്നതിനൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക് തരിക. അപ്പോൾ അതൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം.
യെസ് ഗൈസ്, അപ്പോൾ നമുക്കിവിടെ കേബിൾ കാർസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ മേലെ ഏറ്റവും ടോപ്പ് പോയിന്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ സ്നോ സ്കീയിങ്ങും സ്നോ ബോർഡുകളൊക്കെ വെച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ വെയിലടിക്കുമ്പോൾ പതുക്കെ പതുക്കെ മഞ്ഞുരുകി ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ പോലെ ചെറിയൊരു വിഭാഗം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് മാജിക്കൽ എക്സ്പീരിയൻസ് ദാറ്റ് വി ഹാഡ് ഇൻ സിറ നിവാദ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയും വരുന്നതാണ് ഇതുപോലത്തെ ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവാം.